ഓക്കെ, ഗുഡ് മോർണിംഗ്. ആൻഡ് PPT വിസിബിൾ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. ഓക്കെ, യെസ് യെസ് ഓക്കെ. സോ 2 ദിവസത്തെ റെസ്റ്റ് കഴിഞ്ഞ് അല്ലേ, അടുത്ത ദിവസം തിങ്കളാഴ്ച രാവിലെ എങ്ങനെ ഉറക്കൊക്കെ ഉണർന്ന് എത്തിയോ, അതോ ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണോ? 9 മണിയല്ലേ ഉള്ളൂ. ഈ അത്തായം കഴിഞ്ഞ് കിടക്കുമ്പോഴേ പിന്നെ എണീക്കാനൊരു മടിയായിരിക്കും അല്ലേ? യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. 23 കുട്ടികളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. എവിടെയാണോ പോലെ ബാക്കിയൊക്കെ? 21 ഓക്കെ, ശരി. നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഓഫ് ഫീൽഡ്. ഒരു നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് സോയിൽ ഉണ്ട്. ആ സോയിൽ ഏത് ഡെൻസിറ്റിയിലാണ് അവിടെ കിടക്കുന്നത്, അതിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, കാരണം ഇപ്പൊ എന്റെ മുറ്റത്ത് കിടക്കുന്ന സോയിലിന്റെ ഡെൻസിറ്റി ആവില്ല നിങ്ങളുടെ മുറ്റത്ത് ഉണ്ടാവുക, അല്ലെ? നമ്മുടെ പറമ്പിൽ കിടക്കുന്ന സോയിലിന് ആ ഡെൻസിറ്റി ആവണമെന്നില്ല. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് റോഡ് ഉണ്ടാക്കാൻ വിചാരിക്കും, അവിടെ റോഡിന് വേണ്ടി സോയിൽ ഉണ്ടാവും. ആ സോയിൽ കിടക്കുന്ന ഡെൻസിറ്റി വേറെ ഡെൻസിറ്റി ആയിരിക്കും. അപ്പൊ ആ ഡെൻസിറ്റി നമുക്ക് കണ്ടെത്താം. അപ്പൊ അതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഇവിടെ 2 മെത്തേഡുകളാണ് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. ഒന്ന് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡും രണ്ടാമത് കോർ കട്ടർ മെത്തേഡും. 2 മെത്തേഡുകളാണ്. ഒന്ന് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്, 2 കോർ കട്ടർ മെത്തേഡ്. എല്ലാവരും ആ പേരുകൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. ഫസ്റ്റ് മെത്തേഡിന്റെ പേര് മാത്രം ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് ഒന്ന് ടൈപ്പ് ചെയ്തേ ചാറ്റ് ബോക്സിൽ. സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്, ആ പേരൊന്ന്, ആദ്യത്തെ മെത്തേഡിന്റെ മാത്രം പേര് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ, സിനു സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. ഓക്കെ, സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്, ഗുഡ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. ഓക്കെ, സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്, ഗുഡ് ഗുഡ്. എല്ലാവരും ടൈപ്പ് ചെയ്യും. ഇനിയുണ്ട് ആൾക്കാർ ടൈപ്പ് ചെയ്യും. ഇനിയും ഉണ്ട് ടൈപ്പ് ചെയ്യാൻ. എല്ലാവരും ടൈപ്പ് ചെയ്യും. പോരട്ടെ എല്ലാവരും. സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്യൂ. ഓക്കെ, ശരി. നമുക്ക് ആദ്യം നോക്കാം ഡെൻസിറ്റി എന്നുള്ളതിന്റെ ഇക്വേഷൻ. നിങ്ങൾ എന്താ പറഞ്ഞത്? എന്താ ഡെൻസിറ്റി എന്ന് പറയുന്നത്? എന്താ അതിന്റെ ഫോർമുല? എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? ഒന്ന് പറഞ്ഞേ. എങ്ങനെയാ ഡെൻസിറ്റി കണ്ടുപിടിക്കുക? വാട്ട് ഈസ് ദ സിമ്പിൾ ഫോർമുല ഫോർ ദാറ്റ്? വേഗം പറ. മാസ് ബൈ വോളിയം അല്ലെ? മാസ് ബൈ വോളിയം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഇവിടെ വരച്ച് കാണിക്കും. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മുറ്റത്തുള്ള സോയ ആലോചിക്കട്ടോ. ഈ എന്താ പറയാ, ഇന്റർലോക്ക് പതിച്ചവരൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ അപ്പൊ പറമ്പിലെ സോയിൽ ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ ഗ്രൗണ്ട് ഇങ്ങനെ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ ഇങ്ങനെ ഉണ്ട് വിചാരിക്കാം. ദിസ് ഈസ് അവർ ഗ്രൗണ്ട് ലെവൽ അല്ലെ? അങ്ങനെ മുറ്റത്തെ സോയിൽ, ഇതിന്റെ താഴെയൊക്കെ സോയിലാണ് അല്ലെ? ഇവിടെ കിടക്കുന്ന ഈ സോയിലിന്റെ ഡെൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ? സോയിലിന്റെ മാസ്, ആ സോയിൽ ഇരിക്കുന്നതിന്റെ വോളിയം. ഇത് കിട്ടിയാല് വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് ദ ഡെൻസിറ്റി അല്ലെ? ഇതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇക്വേഷൻ. ശരി, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഈ സോയിലിന്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് എടുക്കണം. ആ വെയിറ്റ് ഡിവൈഡ് ബൈ ആ സോയിൽ ഇരുന്നതിന്റെ വോളിയം കിട്ടണം അല്ലെ? ഓക്കെ, ശരി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിലിപ്പോ ഈ മാസും വോളിയം കണ്ടുപിടിച്ച സംഗതി കഴിഞ്ഞു. അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞേ. നമുക്ക് ഈ സോയിലിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ വോളിയം? ആദ്യം മാസ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയും. മൈക്ക് ഓൺ ആക്കാട്ടോ, മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാം. നമുക്ക് അതിലെങ്ങനെ മാസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ശ്രീരാജ് ഒന്ന് മൈക്ക് ഓൺ ആക്കിയേ. ശ്രീരാജ്. എങ്ങനെയാ മോനെ അവിടുത്തെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ? മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് അതിന്റെ വെയിറ്റ് നോക്കിയ. അതെ, ആ വെയിറ്റ് എങ്ങനെ നോക്കും? എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? അറിയില്ല.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുഫീദ ഒന്ന് പറയാമോ? മുഫീദ, എങ്ങനെയാ സോയിലിന്റെ മാസ് കണ്ടുപിടിക്കുക? അതിന്റെ വെയിറ്റ് എടുക്കുക. വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചത്. നമ്മൾ പഠിച്ചത് ഓവൻ ഡ്രൈ മെത്തേഡ് ഒക്കെ പറ്റുമോ? അത് നീ മൈക്ക് ഓഫ് ചെയ്തേ. ഓവൻ ഡ്രൈ മെത്തേഡ് ഉപയോഗിക്കുന്നത് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനാണ്. ഞാൻ ചോദിച്ചത് അവിടുത്തെ സോയിലിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ നോക്കിപ്പോ, ഇവിടെ ഞാൻ ഇവിടെ വരച്ച ഫിഗറിലേക്ക് ശ്രദ്ധിക്കും കേട്ടോ. താഴെ ഒരു ഗ്രൗണ്ട് ലെവൽ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ ഈ ഒരു പോയിന്റിൽ, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എ എന്ന് എഴുതിയിരിക്കുന്ന ഈ പോയിന്റിലാണ് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ നമ്മളൊരു കുഴി എടുക്കുക. ആ കുഴിയിലുള്ള സോയില് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിൽ നിന്ന് അതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസ് കിട്ടും. ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ പറഞ്ഞേ. മാസ് കണ്ടുപിടിച്ചത് ഒരു കുഴി എടുക്കുക, അതിലുള്ള സോയിൽ എടുക്കുക, ആ സോയിലിന്റെ വെയിറ്റ് എടുത്താൽ പോരെ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ മാസ് കിട്ടി, റെഡി. ഇനി അതിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആ കുഴിയുടെ വോളിയാണ് കിട്ടേണ്ടത് അല്ലെ? കുഴിയുടെ വോളിയാണ് കിട്ടേണ്ടത്. ആ കുഴിയുടെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? അത് പറയാവോ? ഒന്നെങ്കിൽ മൈക്ക് ഓൺ ആക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയാം. സിൻഷ ഒന്ന് മൈക്ക് ഓൺ ആക്കിയ. സിൻഷ പറയൂ, എങ്ങനെയാണ് ആ കുഴിയുടെ വോളിയം കണ്ടുപിടിക്കുക? പറയൂ. മണ്ണിന്റെ വോളിയം കണ്ടുപിടിച്ച. എങ്ങനെ മണ്ണിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? അറിയില്ല. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ഷഹിൻഷാ വിളിച്ചിട്ട് കേൾക്കുന്നില്ലേ? അതിന് വേറെന്തോ ഒരു പേര് നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ആ പേര്? എന്തോ ഒരു കാക്കേ, എന്താ? ഷഹിൻഷാ എവിടെയാ? റെസ്പോണ്ട്. വിഷ്ണു പോയി. എങ്ങനെയാ മോനെ ആ കുഴിയുടെ വോളിയം കണ്ടുപിടിക്കുക? വോളിയം ആ കിട്ടിയ സോയിൽ വേറെ ഒരു എന്തിനേലും യൂസ് ചെയ്തിട്ട്, വേറെ പാത്രത്തേക്ക് യൂസ് ചെയ്തിട്ട്. ഇല്ല, അത് കാരണം സോയിൽ ഇപ്പൊ ഒരു വലിയ പാത്രത്തിലിട്ട് ആ വലിയ പാത്രത്തിന്റെ വോളിയാവും. അത് ശരിയാവില്ല. നമ്മളിപ്പോ ആ കുഴിന്നാണ് എടുത്ത്. കാരണം ആ കുഴിയില് ആ സോയിൽ നല്ല ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ടൈറ്റ്നെസ് എത്ര, അതാണ് ആ ഡെൻസിറ്റി എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സോയിൽ ഒരു പാത്രത്തിൽ കൊണ്ടിട്ട് അത് ലൂസ് ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ വോളിയം മാറും. അപ്പൊ ആ കുഴിയുടെ വോളിയം തന്നെ കിട്ടണം, കാരണം അതാണ് ആ സോയിലിന്റെ വോളിയം. ഓക്കെ, ഞാൻ നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കാരണം നമുക്ക് ഇവിടെ വരുന്നൊരു ബുദ്ധിമുട്ട് ഇതാണ്. മാസ് നമുക്ക് കുടിച്ചെടുത്ത് ആ സോയിൽ വെയിറ്റ് ചെയ്ത് നോക്കിയാണ്, പക്ഷെ വോളിയം കണ്ടുപിടിക്കാനാണ് അവിടെ ബുദ്ധിമുട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡിൽ നമ്മൾ സാൻഡ് ഉപയോഗിക്കുന്നത്, മണൽ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോയിൽ മാറ്റി അവിടെ സാൻഡിനെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ അത് ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് അപ്ലിക്കേഷനിലാണ്. ഇന്ന് റോഡ് വർക്കിനൊക്കെ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ശരിക്കും അറിഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് റോഡ്, നിങ്ങൾ ഇപ്പോൾ 4th ഇയർ കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ് ഒരു സൈറ്റ് എഞ്ചിനീയറായിട്ട് കിട്ടിയാലും അവിടെ അവര് ഫീൽഡ് ഡെൻസിറ്റി നോക്കുന്നുണ്ടാവും. ആ ഫീൽഡ് ഡെൻസിറ്റി നോക്കുമ്പോൾ അത് എങ്ങനെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരെ മോണിറ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ആദ്യം അറിയണം. ഓക്കെ, അപ്പൊ എല്ലാ സൈറ്റ് എഞ്ചിനീയർമാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡാണ് ആദ്യം ചെയ്യുന്നത്, ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ. അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഇതിന് എന്തൊക്കെ വേണമെന്ന്, എന്തൊക്കെ ടൂൾസ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ആവശ്യമുണ്ടെന്ന് പറയാം. ഒന്ന്, സാൻഡ് പോറിംഗ് സിലിണ്ടർ. ഇവിടെ ഈ ഫിഗറിൽ കാണുന്ന വലിയൊരു സിലിണ്ടർ കാണാൻ പറ്റും, വലിയൊരു സിലിണ്ടർ. ആ സിലിണ്ടറിനെയാണ് സാൻഡ് പോറിംഗ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കുഴി കുടിക്കാനുള്ള ഉപകരണങ്ങൾ കേട്ടോ. അത് ഹാമറും ഇതൊക്കെ കുഴി കുടിക്കാനുള്ളതാണ്, ടൂൾസ് ഫോർ എക്സ്കവേറ്റിംഗ് ഹോൾസ്. മൂന്നാമത്തെ സിലിണ്ടറിക്കൽ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നർ. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുഞ്ഞു പാത്രം, അതാണ് സിലിണ്ടറിക്കൽ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. 4, ഡിജിറ്റൽ ബാലൻസ്. ഡിജിറ്റൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിങ് മെഷീൻ. പിന്നെ ഗ്ലാസ് പ്ലേറ്റ്, ഒരു ചില്ല് ഗ്ലാസ് പ്ലേറ്റ് വേണം.
പിന്നെ മെറ്റൽ ട്രേ വിത്ത് എ സെൻട്രൽ ഹോള്, റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പാത്രം, നടുവില് ഓട്ടയുള്ള ഹോളുള്ള ഒരു പാത്രം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന അപ്പുറത്ത് കാണിക്കുന്ന ഈ ഒരു സാധനം, ഈ ഒരു പാത്രം. അപ്പൊ ഈ വലിയ പാത്രം എന്ന് പറയുന്നത് സാൻഡ് പോറിംഗ് സിലിണ്ടർ ആണ്, കുഞ്ഞു പാത്രം എന്ന് പറയുന്നത് കാലിബ്രേറ്റിംഗ് കണ്ടെയ്നർ ആണ്, പിന്നെ ഈ ട്രേ എന്ന് പറയുന്നത് മെറ്റൽ ട്രേ വിത്ത് സെൻട്രൽ ഹോൾ ആണ്. ഓക്കെ, അപ്പോ ഇൻസ്ട്രുമെന്റിന്റെ പേര് പറഞ്ഞതൊക്കെ ഓക്കെ ആണല്ലോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞു ഓക്കെ അല്ലേ? ഇൻസ്ട്രുമെന്റിന്റെ പേരുകൾ പറഞ്ഞൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ യെസ് ഓക്കെ. ഇനി നമുക്ക് അതിന്റെ പണിയിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് അതിന്റെ മെത്തേഡ് ഞാൻ പറയാട്ടോ. നമ്മളിപ്പോ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതാണ് ഗ്രൗണ്ട് ലെവൽ ആയിരിക്കും, നമ്മൾ ഇവിടെ ഒരു കുഴി കുഴിച്ചു. ഓക്കെ, ഒരു കുഴി കുഴിച്ചു, ഇങ്ങനെ ഒരു കുഴി കുഴിച്ചു. കാരണം കുഴി കുഴിക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ അതിന്റെ ഇടക്ക് കല്ലൊക്കെ ഉണ്ടാവും, അപ്പൊ ആ ഉള്ളിലേക്ക് ആവും കുഴി അല്ലെ? ഓക്കെ, എനിവേ ഈ കുഴി വെച്ചതിന്റെ മാസ് നമ്മൾ എടുത്ത് കണ്ടുപിടിച്ചു. നമുക്ക് വോളിയാണ് കണ്ടുപിടിക്കേണ്ടത്. വോളി കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് ഇതിലേക്ക് മണൽ നിറക്കുക ചെയ്യാം, സാൻഡ് ഫില്ല് ചെയ്യും. ഈ കുഴിയിലേക്ക് സാൻഡ് ഫില്ല് ചെയ്യും. ഈ സാൻഡിന്റെ പ്രത്യേകത, സാൻഡിന്റെ ഡെൻസിറ്റി നമുക്കറിയാം. സാൻഡിന്റെ ഡെൻസിറ്റി അറിയാം. ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ വോളി അല്ലേ? മാസ് ബൈ വോളിയാണ്. ഡെൻസിറ്റി ഓഫ് സാൻഡ് ആട്ടോ, സാൻഡിന്റെ ഡെൻസിറ്റി നമുക്കറിയാം, അത് മാസ് ബൈ വോളിയാണ്. നമ്മൾ ഈ കുഴിയിലേക്ക് എത്ര കിലോ അല്ലെങ്കിൽ എത്ര വെയിറ്റ് സാൻഡ് നിറച്ചു എന്ന് നമ്മൾ അറിഞ്ഞാൽ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ, നമുക്ക് ഡെൻസിറ്റി അറിയാം, മാസ് അറിയാം, അതിൽ നിന്ന് വോളിയം കണ്ടുപിടിക്കാം, വോളിയം ഓഫ് സാൻഡ്. ആ വോളിയം ഓഫ് സാൻഡ് തന്നെയാണ് ഈ കുഴിയുടെ വോളിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് പിറ്റ്. ആ കുഴിയുടെ വോളിയം അത് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെയോ? മനസ്സിലായോ? ഒന്ന് ഓക്കെ പറഞ്ഞ ചാറ്റ് ബോക്സിൽ. പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? എങ്ങനെയാണ് കുഴിയുടെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളത്? ഡെൻസിറ്റി അറിയാവുന്ന ഒരു മണൽ എടുക്കുക, മണല് അതാ കുഴിയിലേക്ക് നിറക്കുക. ഡെൻസിറ്റി അറിയാം, ആ കുഴിയിലേക്ക് എത്ര സാൻഡ്, എത്ര മണൽ നിറച്ചു എന്നുള്ളതിന്റെ വെയിറ്റ് നമുക്കറിയാം. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയാണ്. അതിൽ നിന്ന് വോളിയം ഓഫ് സാൻഡ് കണ്ടുപിടിക്കാൻ പറ്റും. ആ സാൻഡിന്റെ വോളിയം തന്നെയാണ് ആ കുഴിയുടെ വോളിയം. ആ കുഴിയുടെ വോളിയം തന്നെയാണ് നമ്മൾ നേരത്തെ എടുത്ത സോയിലിന്റെ വോളിയം. ഓക്കെ ആണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഓരോ സ്റ്റെപ്പായിട്ട് പറയാം, അത് ശ്രദ്ധിച്ചോളൂ. അതിന്റെ പ്രൊസീജിയർ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഈ സാൻഡ് ആ ഒരു പോറിംഗ് സിലിണ്ടർ, വലിയ സിലിണ്ടർ ഉണ്ട്, അതിൽ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ എത്ര വെയിറ്റ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വലിയ പാത്രത്തിനകത്ത് സാൻഡ് ഫുള്ള് നിറക്കുക. ഓക്കെ, അതിന്റെ വെയിറ്റ് M1 ആണ്. ആ പാത്രവും അതിൽ ഫുള്ള് സാൻഡ് നിറഞ്ഞിരിക്കുകയാണ്, അതും വെയിറ്റ് നോക്കിയാൽ M1 ആണ് അതിന്റെ വെയിറ്റ്. ഫോർ എക്സാമ്പിൾ 2 കിലോ 3 കിലോ ഉണ്ടാവും വിചാരിക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുക്കുക, സാധാരണ ഒരു ചില്ല്. ആ ചില്ലിലേക്ക് ഈ സിലിണ്ടറിലുള്ള സാൻഡ് തുറന്നു വിടുക. തുറന്നു വിട്ടാൽ ഫുള്ള് അതിലേക്ക് പോലെ. ഞാൻ അവിടെ ഫിഗർ കാണിക്കാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന സിലിണ്ടർ ആണ്, അതിന്റെ അടിഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഓട്ടയുണ്ട്, ഒരു ഹോൾ ഉണ്ട്, അതിലൂടെയാണ് സാൻഡ് പുറത്തേക്ക് വരിക. അവിടെ ഒരു കോൺ ഉണ്ടാവും, ഒരു കോൺ. ഈ വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്നത് ആ പാത്രത്തിനകത്ത് മണൽ നിറച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലൊരു ഗ്ലാസ് പ്ലേറ്റിലേക്ക്, ഈ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് നമുക്ക് ഇവിടെ ഒരു സാധനം കാണാം, ഒരു ഷട്ടറാണ്. അത് തുറന്നാലാണ് അതിനകത്തുള്ള മണൽ താഴോട്ട് വരിക. അത് താഴോട്ട് തുറന്നു വിടുക. തുറന്നു വിടുക എന്ന് പറഞ്ഞാല് ഇതിനകത്ത്, ഇവിടെ ഞാൻ ഫിഗർ വരച്ചത്, ഇങ്ങനെ ഒരു കോൺ ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് വരച്ചത് കാണുന്നുണ്ടോ? അങ്ങനെ ഒരു കോൺ ഉണ്ടാവും. ആ കോണില് മണൽ ഫില്ലായി നിൽക്കും. എന്നിട്ട് ഇത് അടച്ചിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ എത്രയാണോ മണൽ ആ കോണിലുള്ളത് അവിടെ കാണാൻ പറ്റും. വലതുവശത്തെ ഗ്ലാസ് പ്ലേറ്റിൽ കാണുന്നുണ്ട്. അതിന്റെ വെയിറ്റ് എടുക്കുക. ഓക്കെ, ഇതിന്റെ വെയിറ്റ് എടുത്ത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞ കാര്യം, ഇത്രയും പറഞ്ഞ ഞാൻ ഒറ്റ സ്റ്റെപ്പ് പറഞ്ഞത് ഓക്കെ ആണോ? ഒന്ന് ചാൻപസിൽ ഓക്കെ പറഞ്ഞേ, പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ഞാൻ പറഞ്ഞു തരാം നല്ലത്. അതിന്റെ ഇതാ, ഇവിടെ നമുക്ക് ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കാലിബ്രേറ്റിംഗ് സിലിണ്ടർ ഉണ്ട്. അതിന്റെ ഡയമീറ്ററും അതിന്റെ ഹൈറ്റും നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ വോളിയം. ഓക്കെ, ഈ പാത്രത്തിന്റെ വോളിയം നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ഡയമീറ്റർ 10 ആണ്, ഹൈറ്റ് 12.73 സെന്റിമീറ്റർ ആണ്. അതിന്റെ വോളിയം എത്ര ആയിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ, ഒന്ന് കണ്ടുപിടിക്കും. ഒരു സിലിണ്ടറിക്കൽ പാത്രം, ഡയമീറ്റർ 10, ഹൈറ്റ് 12.73 സെന്റിമീറ്റർ. അതിന്റെ വോളിയം ഇൻ സെന്റിമീറ്റർ ക്യൂബ് എത്ര ആയിരിക്കും? ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. ഒരു സിലിണ്ടർ പാത്രത്തിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ? ക്രോസ് സെക്ഷനിൽ ഏരിയ ഇൻറ്റു ഹൈറ്റ്.
എങ്ങനെ കണ്ടുപിടിക്കാം? അല്ല, ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ല, പെരിമീറ്റർ അല്ല, ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഇൻറ്റു ഹൈറ്റ് എങ്ങനെ ചെയ്യും? ക്രോസ് സെക്ഷണൽ ഏരിയ പറഞ്ഞാല് π/4d² അല്ലേ? എച്ച് എന്ന് പറഞ്ഞത് 12.73. വേഗം കണ്ടുപിടിക്കുക, വേഗം കണ്ടുപിടിക്കുക. ചാറ്റ് ആരാദ്യം പറയാൻ നോക്കാലോ. വേഗം പറ. മുഫീദ് പറഞ്ഞിട്ടുണ്ട് 999.81 അല്ലെ, 999.81 അല്ലെ, ഏകദേശം 1000-നടുത്ത് അല്ലെ, കറക്റ്റ് ആണ്. അത്രയും സെന്റിമീറ്റർ ക്യൂബാണ്. അപ്പൊ ആ പാത്രത്തിന്റെ വോളിയം നമുക്കറിയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്നുണ്ട്, നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി അറിയാവുന്ന ഒരു സാൻഡ് ആണ് ആ കുഴിയിലേക്ക് ഒഴിക്കുന്നത് പറഞ്ഞു അല്ലെ. അതിന് ആ സാൻഡിന്റെ ഡെൻസിറ്റി ആദ്യം കണ്ടുപിടിക്കണ്ടേ, നമുക്ക് അറിയണ്ടേ. അതാണ് നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത്. ഈ ഒരു പാത്രത്തിലേക്ക് ഇവിടെ വലതുവശത്ത് കാണാം, ഒരാള് ആ സിലിണ്ടർ ആ പാത്രത്തിലേക്ക് തുറന്നു വിടുകയാണ്. അപ്പൊ ആ പാത്രത്തിലുള്ള നമ്മൾ നിറച്ചിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സാൻഡാണ്. ആ സാൻഡ് ഈ പാത്രത്തിലേക്ക് വരികയാണ്. ഈ പാത്രം നിറഞ്ഞു കിട്ടിയാല് ആ പാത്രത്തിൽ എത്ര സാൻഡ് ഉണ്ട് അതിന്റെ വോളിയം നമുക്കറിയാം. അപ്പൊ മാസ് ബൈ വോളിയം വെച്ചിട്ട് ആ സാൻഡിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ചാറ്റ് പറഞ്ഞ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സാൻഡിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ്. ഒരു കാലിബ്രേറ്റിംഗ് സിലിണ്ടർ ഉണ്ട്, അതിന്റെ വോളിയം കണ്ടുപിടിക്കുക. ആ പാത്രത്തിലേക്ക് ഈ സാൻഡ് പോറിംഗ് സിലിണ്ടറിൽ നിന്ന് സാൻഡ് തുറന്നു വിടുക. അപ്പൊ ആ പാത്രം നിറയുമ്പോൾ അതിന്റെ വെയിറ്റ് നോക്കുക. ആ വെയിറ്റ് കിട്ടിയാൽ ആ വെയിറ്റ് ഡിവൈഡ് ബൈ ഇവിടെ ഉണ്ടായിരുന്ന വോളിയം ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ഡെൻസിറ്റി ഓഫ് ദാറ്റ് സാൻഡ്. അപ്പൊ സാൻഡിന്റെ ഡെൻസിറ്റി. ഇനി നമുക്ക് ഫീൽഡിലുള്ള മണ്ണിന്റെ ഡെൻസിറ്റി കിട്ടണം അല്ലെ. നമ്മള് ഡെൻസിറ്റി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഫീൽഡിലുള്ള മണ്ണിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെ ഒരു ട്രേ ഉണ്ടായിരുന്നു, ഒരു പാത്രം. ആ പാത്രം നമ്മളെ മണ്ണിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ നടുക്കൊരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഹോളിലൂടെ ആ മണ്ണിലൊരു കുഴി കുടിക്കുക. ഓക്കെ, ആ കുഴി കുടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ സോയിലും ഈ പാത്രത്തിൽ തന്നെ വെക്കണം, പുറത്തെവിടെയും കളയരുത്. കാരണം അതിന്റെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ചെയ്യുന്നത് അയാൾ ചെയ്യുന്നതാണ്. ആ ട്രേ അവിടെ വെച്ചു, അതിന്റെ സെന്ററിൽ ഒരു ഹോൾ ഉണ്ട്, അതിലൂടെ താഴെ ഒരു കുഴി കുഴിച്ചു ആ കറക്റ്റ് വട്ടത്തില്. ആ കുഴിയിൽ നിന്ന് കിട്ടുന്ന അത്രയും സോയില് ഈ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സോയിലിന്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. മാസ് ഓഫ് സോയിൽ കിട്ടും. മാസ് ഓഫ് സോയിൽ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കുഴി റെഡിയായി, അതിൽ നിന്ന് സോയിൽ കിട്ടി, മാസ് കണ്ടുപിടിച്ചു. ഇനി ആ കുഴിയിലെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ ഇതിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച പാത്രത്തില് മണൽ നിറച്ചിട്ട് ആ പാത്രം ആ കുഴിന്റെ മേലെ കൊണ്ടുവന്നിട്ട് തുറന്നു വിടുക. തുറന്നു വിടുമ്പോ അതിലേക്ക് മണൽ നിറയാ ചെയ്യുക അല്ലെ. നമ്മൾ നേരത്തെ ഡെൻസിറ്റി അറിയാവുന്ന സാൻഡ് അതിലേക്ക് തുറന്നു വിടും. ആ തുറന്നു വിടുമ്പോ ആ കുഴി നിറയും അല്ലെ. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ആ കുഴിയെങ്കിൽ നമ്മൾ അതിലേക്ക് ഈ പാത്രം വെച്ചിട്ട്, ഇപ്പൊ ഇവിടെ പാത്രം വെച്ച് ഇങ്ങനെ ഒരു പാത്രം ഉണ്ട്, അതിൽ മണലുണ്ട്, തുറന്നു വിട്ടാല് ഇതിൽ ഇങ്ങനെ ഫുള്ള് മണൽ നിറയും അല്ലെ. മണൽ നിറയും. ഈ മണലിന്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസ് നമ്മൾ കണ്ടുപിടിക്കാം അല്ലെ. ആ മണലിന്റെ ഡെൻസിറ്റി നമുക്കറിയാം, അത് മാസ് ബൈ വോളിയം ആണ്. ഇതിൽ നിന്ന് ഡെൻസിറ്റിയും മാസും അറിയാമെങ്കിൽ വോളിയം ഓഫ് പിറ്റ്, ആ കുഴിയുടെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പൊ ആ കുഴിയുടെ വോളിയം കിട്ടി, നേരത്തെ നമുക്ക് മാസും കിട്ടി. സോ മാസ് ഓഫ് ദാറ്റ് സോയിൽ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദാറ്റ് പിറ്റ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്നുള്ള സോയിലിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് പ്രൊസീജിയർ. കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, യെസ് യെസ്. ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ മെത്തേഡ്, ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ മെത്തേഡ്, സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ്, കുറച്ചുകൂടെ എളുപ്പമുള്ള മെത്തേഡാണ്, കോർ കട്ടർ മെത്തേഡ്. എല്ലാവരും അതിന്റെ പേരൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. കോർ കട്ടർ മെത്തേഡ്, അതിന്റെ പേരൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും. കോർ കട്ടർ മെത്തേഡ്. കോർ കട്ടർ മെത്തേഡ്, ഇതിന്റെ പേര് ഓക്കെ, ഗുഡ് ഗുഡ്. കോർ കട്ടർ മെത്തേഡ്.
കോർ കട്ടർ മെത്തേഡ്. ഓക്കെ, ഗുഡ്. നമ്മള് ഇതിന് ആവശ്യമായ ഇൻസ്ട്രുമെന്റുകൾ പരിചയപ്പെടാണ്. ആദ്യം വേണ്ടത് നമുക്കൊരു സിലിണ്ടറിക്കൽ കോർ കട്ടർ ആണ്. ഒരു പാത്രം ഉണ്ട്, ഞാൻ കാണിക്കാതെ. പിന്നെ അതിന്റെ മുകളിൽ വെക്കുന്ന ഒരു കുഞ്ഞ് ഒരു സാധനം ഉണ്ട്, സ്റ്റീൽ ഡോളി എന്ന് പറയും. പിന്നെ ഒരു ഇടിക്കുന്ന ഒരു ഹാമർ, സ്റ്റീൽ റാമർ എന്ന് പറയും. പിന്നെ ഒരു കത്തി, ഒരു നൈഫ്, പിന്നെ പിക്കാസോ അല്ലെങ്കിൽ കഴിക്കോട്ട പോലുള്ള ഒരു മണ്ണ് കുഴിക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു ഉപകരണം. ഓക്കെ, പിന്നെ ഒരു വെയിൻ ബാലൻസ്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അത് ഞാൻ അതിന്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരാം. ഇതിൽ ശ്രദ്ധിക്കും കേട്ടോ. ഈ ഫിഗറിൽ ആദ്യം കാണിക്കുന്ന കുഞ്ഞു പാത്രം അതാണ് കോർ കട്ടർ എന്ന് പറയുന്നത് കേട്ടോ. കോർ കട്ടർ ഒരു സിലിണ്ടറിക്കൽ പാത്രമാണ് കോർ കട്ടർ. അതിന്റെ മുകളിൽ വെക്കുന്ന ഒരു തൊപ്പി പോലെ വെക്കുന്നതാണ് സ്റ്റീൽ ഡോളി എന്ന് പറയുന്ന രണ്ടാമത്തെ കാണിക്കുന്ന വട്ടം. എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇതിനെ മണ്ണിലേക്ക് ഇടിച്ചു താഴ്ത്താൻ ഉപയോഗിക്കുന്ന റാമറാണ് ഈ മൂന്നാമത്തെ ഫിഗറിൽ കാണിക്കുന്നത് സ്റ്റീൽ റാമർ. ഇതിന്റെ പ്രൊസീജിയർ ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമ്മൾ ആ സിലിണ്ടറിക്കൽ പാത്രത്തിന്റെ മേലെ ആ ഡോളി, അതിന്റെ മേലെ ആ ഡോളി എന്ന് പറഞ്ഞ സാധനം, ഇപ്പൊ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്ന ഈ ഒന്നാമത്തെ ഫിഗറിന്റെ മേലെ രണ്ടാമത്തെ ഫിഗറിലുള്ള സാധനം ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് വെക്കുക, ഒരു ക്യാപ്പ് പോലെ. അത് വെക്കുന്നത് നമ്മൾ ഈ ഫിഗറിൽ കാണാം, ഒരാൾ അത് ഇടിച്ചു താഴ്ത്തുന്നുണ്ട്. അത് ഇടിക്കുമ്പോൾ ഈ പാത്രം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഇടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റാമറാണ് ഇത്. നമ്മൾ ചെയ്യേണ്ടത് ഒരു സോയിലിൽ നമുക്ക് എവിടെയാണോ ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഈ ഹാമർ കൊണ്ട് ഇതിനെ മണ്ണിലേക്ക് ഇടിച്ച് താഴ്ത്തുക. ഓക്കെ, ഇടിച്ച് താഴ്ത്തി. ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഇത് ഫുള്ള് താഴ്ന്നു കേട്ടോ, ഫുള്ള് മണ്ണ് നമുക്ക് ഈ കാണാം, ഈ ഫിഗറിൽ കാണാം, ഫുള്ള് താഴ്ന്നു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ചുറ്റുഭാഗം നമ്മൾ ഇളക്കിയെടുത്തിട്ട്, ചുറ്റുഭാഗം ആ മണ്ണൊക്കെ നീക്കിയെടുത്തിട്ട് ആ പാത്രത്തിനെ പുറത്തെടുക്കുക. പുറത്തെടുക്കുമ്പോൾ അത് നോക്കുക, ആ മണ്ണ് ആ പാത്രത്തിന് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും. അവിടെ ഉണ്ടായിരുന്ന മണ്ണ് ആ പാത്രത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാത്രത്തിന്റെ ഇവിടെ കാണിക്കാം, ഈ പാത്രത്തിന്റെ വോളിയം ഒരു മിനിറ്റ് ഒന്ന് കാണിക്കാട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഈ പാത്രത്തിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം, കാരണം ആ പാത്രത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡയമീറ്ററും ഹൈറ്റും ഉണ്ട്, അതിന് വോളിയം കിട്ടും. ഇനി ഈ പാത്രത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന മണ്ണിന്റെ വെയിറ്റ് എടുക്കുക, അപ്പൊ മാസും കിട്ടും. അപ്പൊ മാസും കിട്ടി, വോളിയം കിട്ടി. യു ക്യാൻ ഫൈൻഡ് ദ ഡെൻസിറ്റി ബൈ മാസ് ബൈ വോളിയം. അപ്പൊ ഇത്രയും സിമ്പിൾ ആയുള്ള ഒരു സാധനമാണ് മാസ് ബൈ വോളിയം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കാം. അതായത് എന്തെങ്കിലും ഒരു തുറന്ന സിലിണ്ടർ പാത്രം എടുക്കുക, ഓക്കെ, അത് മണ്ണിലേക്ക് അടിച്ചു താഴ്ത്തുക. അപ്പൊ അടിച്ചു താഴ്ത്തിട്ട് വീണ്ടും തിരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് മണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ആ പാത്രത്തിന്റെ വോളിയം കണ്ടുപിടിക്കുക, അതിലുള്ള മണ്ണിന്റെ വെയിറ്റും കണ്ടുപിടിക്കുക. ആ വെയിറ്റ് ബൈ വോളിയം ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി ഡെൻസിറ്റി. കാര്യം മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് ഓർ നോ പറഞ്ഞേ. ഓക്കെ ആണോ? യെസ്, ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകള്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആ രണ്ട് മെത്തേഡിന്റെ പേര് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡും കോർ കട്ടർ മെത്തേഡും, രണ്ടിന്റെയും പേര്. ഷിബിലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, തിരിച്ചെടുക്കുമ്പോൾ മണ്ണ് താഴേക്ക് പോകില്ല എന്നുള്ളത്. ഷിബിലി, ഈ രണ്ട് മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ്, ഞാൻ രണ്ട് മെത്തേഡ് ഉണ്ടാവാൻ തന്നെ കാരണം ചില സോയിലുകൾ തിരിച്ചെടുത്താൽ ആ മണ്ണ് ആ പാത്രത്തിന് നിൽക്കുക, തിരിച്ച് താഴോട്ട് വീഴില്ല. അങ്ങനെയുള്ള സോയിലുകൾക്ക് മാത്രമേ രണ്ടാമത്തെ മെത്തേഡ് കോർ കട്ടർ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തിരിച്ച് വീഴുന്ന സോയിൽ ആണെങ്കിൽ അതിന് നമ്മൾ ഒന്നാമത്തെ മെത്തേഡ് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് രണ്ട് മെത്തേഡ് ഉള്ളത് കേട്ടോ. സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് ഉപയോഗിക്കാൻ നമുക്കിങ്ങനെ പാത്രത്തിൽ എടുക്കാൻ പറ്റുന്ന സോയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് ഊർന്ന് വീഴുന്ന സോയിൽ ആണെങ്കിൽ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡും, ഊർന്ന് വീഴാത്ത പാത്രത്തിനകത്ത് തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സോയിൽ ആണെങ്കിൽ അതിന് രണ്ടാമത്തെ മെത്തേഡുമാണ് ഉപയോഗിക്കുക. അതാണ് രണ്ട് മെത്തേഡ്, രണ്ടിന്റെയും രണ്ട് അപ്ലിക്കേഷൻ ആണ്, എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല. ഷിബിലി ഓക്കെ ആണോ പറഞ്ഞത്? മുഹമ്മദ് ഷിബിലി DP.